ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ എക്സ്ട്രീം ഓഡിയോയുടെ ഒരു ക്ലാസ് എ ബി ആംപ്ലിഫയർ ആണ്. മോണോ ആംപ്ലിഫയർ ആണ്. സബ് വൂഫേഴ്സിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ആണ്. ഇനി സബ് വൂഫറിന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ലെഫ്റ്റ് റൈറ്റ് ചാനലിനോ 5 ചാനലിനോ എന്തിനു വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വില കുറവാണ്. നമുക്ക് കിട്ടുന്നതിൽ മാർക്കറ്റിൽ കിട്ടുന്നതിൽ വെച്ച് അത്യാവശ്യം വില കുറവായിട്ടുള്ള ഒരു ക്ലാസ് എ ബി മോണോ 4 ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയ്ക്കകത്ത് കൊറിയറും ഉൾപ്പെടെ നമുക്ക് കിട്ടും. ഷിപ്പിംഗ് ഉൾപ്പെടെ നമുക്ക് 1000 രൂപയ്ക്കകത്താണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഇതിൻ്റെ വാട്ട് പറയുകയാണെങ്കിൽ 300 വാട്ട് RMS ആണ് അവർ അവകാശപ്പെടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളൊരു സർക്യൂട്ടാണ്. 2 പെയർ ട്രാൻസിസ്റ്റർ ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പറയുന്ന 50-0-50 DC 50-0-50 വരെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 8 ohmsൽ നിങ്ങൾക്ക് 300 വാട്ട് വരെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. സാധാരണ ബ്രിഡ്ജിങ് സർക്യൂട്ടിൽ എന്തായാലും ഒരു ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ 250-300 വാട്ട്സ് എന്തായാലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേക ഇതിനകത്ത് ഇതിൽ മാക്സിമം DC ഇൻപുട്ട് 50-0-50 ±50-0-50 കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും 8 ohms തന്നെ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 10 വോൾട്ട് കുറച്ചൊരു 40-0-40 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 4 ohmsൽ ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാര്യം ഈ സർക്യൂട്ട് 4 ohmsഉം 8 ohmsഉം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കും. എന്തായാലും 8 ohms ആയാലും 4 ohms ആയാലും നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കുന്ന സമയത്ത് ഫാൻ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യം ബ്രിഡ്ജ് ചെയ്ത സർക്യൂട്ട് ആയതുകൊണ്ട് അത്യാവശ്യം ഹീറ്റ് ആവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വളരെ കോമ്പാക്റ്റ് ആണ്. കണ്ടില്ല, ഇത്രയും ചെറുതാണ്, വളരെ കോമ്പാക്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്കിവിടെ കിട്ടുന്ന ബോർഡ് എന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പമായിരിക്കും. പക്ഷേ ഇതങ്ങനെ കുറച്ച് നല്ല കോമ്പാക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെ വേണമെങ്കിലും ഒതുങ്ങിയിരിക്കും, അങ്ങനത്തെ ഡിസൈനാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ് ടൈപ്പ് ഡിസൈനിലാണ് ഈ ഒരു ബോർഡായാലും എല്ലാം അവർ ചെയ്തിട്ടുള്ളത്. സാധാരണ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലോട്ട് ബോർഡ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത്രയും സ്പേസ് എടുക്കും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് ബെഡ് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും നമ്മുടെ ക്യാബിനകത്ത് ഉറപ്പിച്ച് വയ്ക്കാം എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. കൂടാതെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പെർഫോമൻസ്. ഈ ബോർഡിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കരുത്, ഇത്രയും ചെറുതാണെങ്കിൽ പോലും ഇതിൻ്റെ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. കാര്യം നമ്മളിത് ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇത് പുതിയ ബോർഡാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പുതിയ ബോർഡാണ്. അപ്പോൾ ഇത് നമ്മൾ SM ഇലക്ട്രോണിക്സിൽ ഈ ബോർഡ് അവൈലബിൾ ആണ്. നമ്മൾ അവിടെ കടയിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. JBLും പിന്നെ ODXൻ്റെ ആയാലും JBLൻ്റെ ആയാലും സബ് വൂഫറൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിത് 1000 രൂപ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഷിപ്പിംഗ് ഉൾപ്പെടെയാണ് 1000. നിങ്ങൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ വില കുറയും. ഷിപ്പിംഗ് ഉണ്ടെങ്കിൽ 1000 രൂപയ്ക്കകത്തുള്ള വിലയാണ് വരുന്നത്. ഡയറക്റ്റ് പോയാൽ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും. ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കടയ്ക്ക് അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിത് വില കുറച്ച് കിട്ടും. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഹീറ്റ് മീൻസ് അങ്ങനെ ഓവർ ഹീറ്റൊന്നുമല്ല, വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഹീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഫാനിൽ യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ എക്സ്ട്രീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്ലാസ് D ആമ്പൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി, നോയ്സ് വളരെ കുറഞ്ഞ നല്ല ക്വാളിറ്റിയിലാണ് അവർ എക്സ്ട്രീമിൻ്റെ ക്ലാസ് D ആമ്പുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ആംപ്ലിഫയറും ഈ പറയുന്ന വില കുറവിൽ തന്നെ നമുക്ക് വാങ്ങാവുന്നതിൽ ഏറ്റവും നല്ല ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷപ്പെടുത്താം. ഇനി ശക്തിയുടെ ബോർഡൊക്കെ ഉണ്ട്. ശക്തിയുടെ ബോർഡിനെയും കാട്ടിയും ഈ എക്സ്ട്രീമിൻ്റെ ബോർഡുകൾക്കുള്ള കാര്യം അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന കമ്പോണൻസൊക്കെ തന്നെ അത്യാവശ്യം ഒറിജിനൽ കമ്പോണൻസും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ SMD ആണ് അവരത് വരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിലയ്ക്ക് കൊടുക്കണമെങ്കിലും അവർക്ക് SMD തന്നെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഫാക്ടറി സ്വന്തമായിട്ട് തന്നെ ആംപ്ലിഫയർ ബോർഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറി ഓട്ടോമാറ്റിക് മെഷീൻസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് ഇത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് മാക്സിമം അത് വില കുറച്ച് കൊടുക്കാനും പറ്റുന്നുണ്ട്, ക്വാളിറ്റിയിൽ ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ടുള്ളത്. കാര്യം എക്സ്ട്രീം ഓഡിയോ ഇടയ്ക്ക് എനിക്ക് അവരുടെ വീഡിയോ ഈ ബോർഡൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോർഡ് ഇപ്പം നിലവിൽ ഉള്ളത് SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് SM ഇലക്ട്രോണിക്സിനെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതാണ്. നമ്പറിനെ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻറ്റിലോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് അവരെ വിളിക്കാവുന്നതാണ്.
അപ്പോൾ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ശക്തിയുടെ ബോർഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോൾഡറിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ കൊണ്ടുവന്ന് പോസിറ്റീവ്, ഒരു സൈഡിൽ കൊണ്ട് നെഗറ്റീവ്, പിന്നെ അതിൻ്റെ ഇൻപുട്ട് ഈ സൈഡിലായിരിക്കും, സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് അവിടെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ ഇതിലും മറ്റൊരു നല്ലൊരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് ഒറ്റ സൈഡിൽ തന്നെ നമുക്ക് മറ്റേ കണക്ടർ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. 2 പിൻ കണക്ടർ വെച്ച് നമുക്ക് 3 പിൻ കണക്ടർ വെച്ച് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഓഡിയോ സിഗ്നൽ ഇൻപുട്ടിന് വേണ്ടി ഒരു കണക്ടർ അവർ കൊടുത്തിട്ടുണ്ട്, സ്പീക്കർ ഔട്ട്പുട്ടിന് വേണ്ടി ഒരു കണക്ടർ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വയറിങ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആംപ്ലിഫയറിനകത്ത് ഈ ഒരു ബോർഡിനെ തന്നെ ഉൾപ്പെടുത്താനും നമുക്ക് സാധിക്കും. പിന്നെ വിലയും കുറവാണ്. 1000 രൂപയ്ക്ക് എന്തായാലും 1000 രൂപയ്ക്കകത്തുള്ള വിലയെ വരുന്നുള്ളൂ. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൂമിനെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഒരു 300 വാട്ട്സ് അല്ലെങ്കിൽ 250 വാട്ട്സ് എന്ന് പറഞ്ഞാൽ ധാരാളം തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ലാഭമാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോർഡായിട്ട് എനിക്ക് ഈ ഒരു ബോർഡ് തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ JBLും ഓഡിയോ എക്സിൻ്റെ സബ് വൂഫറാണ് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയത്. നല്ല വർക്കിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. ഓഡിയോ എക്സ് നമ്മൾ കുറച്ച് വോൾട്ട് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ അത് 200 വാട്ട്സാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വോൾട്ട് കുറച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ JBL ആകുമ്പോൾ നമുക്ക് 4 ohms ആണ്. 4 ohmsൽ നമുക്കൊരു 40 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഫാൻ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഹെവി ഹീറ്റ് സിങ്ക് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഇതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് മാറ്റേണ്ടതായിട്ടൊരവസ്ഥ നമുക്ക് വരുന്നില്ല. ഇട്ടിരിക്കുന്ന ഹീറ്റ് സിങ്ക് നല്ല ഹീറ്റ് സിങ്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഒരു കുറവായിട്ടൊന്നും കാണാനായിട്ടില്ല. പിന്നെ ഒരു ഗെയിൻ ബൂസ്റ്റിങ്ങിന് വേണ്ടി ഇതിനകത്ത് ഒരു ഓപ്പാമ്പ് IC ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിനും അത്യാവശ്യം ബൂസ്റ്റിങ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും നിങ്ങൾക്ക് 1000 രൂപയ്ക്കകത്ത് വാങ്ങുമ്പോൾ നഷ്ടം ഒരു കാരണവശാലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഓക്കെ, ഇത്രയും തന്നെയാണ്. 52001943 TTC TTA പേരാണ് യൂസ് ചെയ്തിട്ടുള്ള തോഷിബയുടെ. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ SML ഇലക്ട്രോണിക്സിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ.